കൊല്ലം അച്ചൻകോവിൽ ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ലാത്ത ആദിവാസി കുടുംബത്തിന് സഹായവുമായി പട്ടികജാതി വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും ബിഗ് ടിവിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനടക്കമുള്ള കാര്യങ്ങളിൽ തുടർ ചികിത്സയ്ക്കും സഹായം നൽകി പട്ടികജാതി വകുപ്പ്. കുട്ടികളെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ അടക്കം നൽകിയ ശേഷം മടക്കി വീട്ടിലേക്ക് വിട്ടു. അതേസമയം ബിഗ് ടിവി ചീഫ് എഡിറ്റർ നൽകിയ സഹായത്തിന് നന്ദി പറഞ്ഞ ആദിവാസി കുടുംബ അംഗം സുനിലും അഞ്ജുവും. പെരുമ്പാവൂരിൽ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിന്റെ ലഹരിവേട്ട. ഹെറോയിൻ വിൽപ്പനയ്ക്കെത്തിയ അസം സ്വദേശിയെ നാട്ടുകാർ പിടികൂടി. 10 ഗ്രാം ഹെറോയിനുമായി സാദിഖുൽ ഇസ്ലാമാണ് പിടിയിലായത്. ചെറുപൊതികളിലാക്കി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടുകയായിരുന്നു. ഇയാളെ പിന്നീട് പോലീസിൽ ഏൽപ്പിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ നടപടി ഉടനുണ്ടാകില്ല. എംബവേഡ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്കൊപ്പം നിയമോപദേശവും തേടിയ ശേഷമാകും സർക്കാരിന്റെ അന്തിമ തീരുമാനം. കമ്പനിയുടെ നടപടി കരാർ ലംഘനമായി കണക്കാക്കിയാൽ കരാർ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമപരമായ മാർഗങ്ങളിലേക്ക് പോകാമെങ്കിലും അത്തരം കടുത്ത നടപടികളിലേക്കും സർക്കാർ നീങ്ങില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത ഭിന്നതയുള്ളതിനാൽ കരുതലോടെ നീങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ടെഹ്റാനിൽ തുടക്കം. മൃതദേഹം ടെഹ്റാനിലെ ഗ്രാൻഡ് മസല്ല പള്ളിയിൽ പൊതുദർശനത്തിനെത്തിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ഇന്ത്യൻ സംഘത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും ബീഹാർ ഗവർണറും. സുരക്ഷാ കാരണങ്ങളാൽ മുജ്തബ ഖമനയെ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം റാലിക്കിടയിൽ ആക്രമണം നടത്താൻ തുനിയരുതെന്ന് യുഎസിനും ഇസ്രായേലിനും ഇറാൻ സൈനിക ജനറലിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 4 മുതൽ വിവിധ നഗരങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ തുടരും. ജൂലൈ 9 ജന്മനാടായ മഷാദിൽ ഔദ്യോഗിക സംസ്കാരം. മദ്യനികുതി വിവാദത്തിൽ VM സുധീരനെ തള്ളാതെ മുഖ്യമന്ത്രിക്ക് ഒളിയമ്പുമായി മന്ത്രി M ലിജു. യെസ് ബോസ് സംസ്കാരമില്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും സുധീരൻ ആശങ്ക പ്രകടിപ്പിച്ചതിൽ എന്താണ് തെറ്റെന്നായിരുന്നു ലിജുവിന്റെ ചോദ്യം. ഇതിനിടെ വീര്യം എത്രയാണെങ്കിലും മദ്യം വിൽക്കരുതെന്ന നിലപാട് ലീഗ് വീണ്ടും ആവർത്തിച്ചു. എന്നാൽ ധനബില്ല് പാസാക്കിയെങ്കിലും വീര്യം കുറഞ്ഞ മദ്യം ഉടനില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും സർക്കാർ. വരുന്ന UDF KPCC യോഗങ്ങളിലും ഇത് ചർച്ചയാകും. തുടർന്നായിരിക്കും തീരുമാനം. പത്തനംതിട്ടയിലും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ആദ്യമായാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. എഴിക്കാട് സ്വദേശിയായ 10 വയസ്സുകാരിക്കാണ് രോഗബാധ ഉണ്ടായത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്താകമാനം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ തുടർന്നു വരികയാണ്. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചുവെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ജില്ലയ്ക്ക് മന്ത്രിമാരില്ലാത്തതിന് പിറകെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടിക സംസ്ഥാന നേതൃത്വം അവഗണിച്ചതെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. പരാതികൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പരിഹാര നടപടികൾ ഉണ്ടാകുമെന്നും പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ യോഗത്തിൽ മറുപടി നൽകി. 26 പേരുടെ ആകെ പട്ടികയാണ് മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തിനായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കൈമാറിയത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത സ്വകാര്യ ബസ്സുകൾക്ക് കനത്തിൽ പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുട്ടടി. ആലുവയിൽ സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയിൽ പ്രതിഷേധിച്ച് പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകിയ ബസ്സുടമയ്ക്കെതിരെയാണ് നടപടി. ദിവസ വരുമാനം 1000-ൽ താഴെ മാത്രമുള്ള ബസ്സിന് 7500 രൂപയാണ് പിഴ ചുമത്തിയത്. ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ ഡേവിസിനെതിരെയാണ് നടപടി. വകുപ്പിന്റെ പ്രതികാര നടപടിയാണെന്നും ഡേവിസിന്റെ ആരോപണം. ബത്തേരി ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കാർ യാത്രികർ. ലോകകപ്പ് മത്സരം കണ്ട് ബത്തേരിയിൽ നിന്ന് പാട്ടവയലിലേക്ക് പോയിരുന്ന യുവാക്കളാണ് നൂൽപ്പുഴയിൽ വെച്ച് കാട്ടാനകളുടെ മുന്നിൽപ്പെട്ടത്. ബത്തേരി സ്വദേശി അമീൻ സുഹൃത്തിനെ പാട്ടവയലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു സംഭവം. 12 കാട്ടാനകളാണ് റോഡിലുണ്ടായിരുന്നത്. ഇതിലൊന്ന് കാറിന്റെ ബോണറ്റിൽ ചവിട്ടുകയും മുൻവശത്തെ ചില്ല് തകർക്കുകയും ചെയ്തു. കോഴിക്കോട് വടകരയിൽ DYFI നേതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം പുറങ്കര സ്വദേശി സുമേഷാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് നിഗമനം. അലുമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തുന്ന സുമേഷ് രാത്രി വീട്ടിലെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ കടയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകടക്കെണിയായി പാലക്കാട് പാതകൾ. 2 ഇടങ്ങളിലായി ഉണ്ടായ അപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടയ്ക്കാപുത്തൂരിൽ പിക്കപ്പ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് വയോധികൻ മരിച്ചത്. നേരത്തെയും ഇതേ പാതയിൽ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടെ റോഡിലെ കുഴി കണ്ട് ബ്രേക്ക് ചെയ്തതോടെ പിന്നിൽ വന്ന ലോറി കാറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. മുടപ്പല്ലൂർ വള്ളിയോട് ഭാഗത്ത് റോഡിലെ കുഴിയാണ് അപകടത്തിലേക്ക് നയിച്ചത്. അയലൂർ തലവെട്ടാംപാറ സ്വദേശികളായ മണികണ്ഠ പ്രസാദ്, സവിത എന്നിവർക്കാണ് പരിക്കേറ്റത്. മുൻഗണനാ റേഷൻ കാർഡ് മാനദണ്ഡങ്ങൾ
മാനദണ്ഡങ്ങളിൽ മാറ്റം വരാൻ സാധ്യത. മാനദണ്ഡം പുതുക്കി റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി വരുത്താനാണ് സാധ്യതയുള്ളത്. 4 ചക്ര വാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നീ മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നേക്കും. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ ധാന്യമെത്തിക്കാൻ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിൽ സാധ്യതാ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. ചേർത്തല മായിത്തറയിൽ ദേശീയപാതയിൽ ഗർത്തമുണ്ടായ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ പഴിച്ച് പൊതുമരാമത്ത് വകുപ്പ്. മുന്നറിയിപ്പ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട ജാഗ്രത കാട്ടിയില്ല. പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ഗർത്തമുണ്ടായ സ്ഥലത്ത് വീണ്ടും സന്ദർശനം നടത്തും. പരിശോധന പൂർത്തിയാകും വരെ പ്രദേശത്തുകൂടി ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മുന്നറിയിപ്പ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിൽ പ്രതിഷേധം. വി.ഡി. സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ കവി സച്ചിദാനന്ദൻ ലജ്ജാകരമായ പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന ആവശ്യം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സേവനങ്ങൾക്കാണ് കൂലി കൊടുക്കുന്നത്. നിരക്കിനനുസരിച്ചോ ചിലപ്പോൾ അതിൽ കുറവോ ആണ് നൽകുന്നത്. മലയാളികൾ മറ്റു ദേശങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നത് കൊണ്ടാണ് മലയാളികൾ കൊഴിഞ്ഞു പോകുന്നതെന്നും സച്ചിദാനന്ദന്റെ വിമർശനം. മലപ്പുറം തിരൂർ പുറത്തൂരിൽ ലഹരി സംഘത്തിന്റെ വീട് കയറി ആക്രമണം. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം. ചിറക്കലങ്ങാടി പുളയ്ക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിൽ കയറിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കുഞ്ഞുമുഹമ്മദിന്റെ മകൻ ഫൈസലിന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. 3 ബൈക്കുകളും ലഹരി സംഘം അടിച്ചു തകർത്തു. ആക്രമണം നടത്തിയത് ചിറക്കലങ്ങാടി സ്വദേശി പേടൂർ സനൽ എന്ന പല്ലൻ സനലിന്റെ നേതൃത്വത്തിലുള്ള ലഹരി സംഘം. സനൽ മോഷണം, ലഹരി വിൽപ്പന, ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി. ആക്രമണം ഇന്ന് പുലർച്ചെ 2 മണിയോടെ. തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം രാഷ്ട്രീയ പ്രേരിതമെന്ന ഇ ഡി കോടതിയിൽ. 10 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ഇ ഡിയുടെ വാദം. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വീണ്ടും വാദം കേൾക്കും. മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ. അതേസമയം ഇ ഡി സംഘം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി. സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ വിൽപ്പന. തൃശൂർ ചൊവ്വന്നൂർ സ്വദേശിക്കെതിരെ കേസ്. ചൊവ്വന്നൂർ സ്വദേശി അനന്തു 70-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തതായി പരാതി. കുന്നംകുളം സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഫോണിൽ നിന്ന് കണ്ടെത്തിയത് 18,000-ലധികം ചിത്രങ്ങൾ. കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്ന് പരാതിക്കാർ. കുന്നംകുളം പോലീസിൽ വിശ്വാസമില്ലെന്നും പരാതിക്കാർ. പരാതി നൽകിയ ശേഷം പോലീസ് പ്രതിയുടെ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുക്കാനോ പ്രതിയെ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനയിൽ 15 ദിവസം കൊണ്ട് 5.5 ലക്ഷം രൂപ പിഴയിട്ടു. 1094 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. അശോകപുരത്തെ ബീറ്റ് ബോക്സ് എന്ന കടയിൽ നിന്ന് 70 കിലോ കേടായ ചിക്കൻ പിടികൂടി. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത്. 593 ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട്ടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി പോലീസ് നാടുകടത്തി. നടക്കാവ് സ്വദേശി സൽമ ഫാരിസിനെയാണ് നാടുകടത്തിയത്. 22-കാരനായ ഇയാൾക്കെതിരെ കോഴിക്കോട് വെള്ളയിൽ ടൗൺ സ്റ്റേഷനുകളായി നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. ആളുകളെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, പണം കവരുക, കവർച്ച നടത്തുക, വീടുകളിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക അടക്കം നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ജനുവരി മാസം 11-ാം തീയതി ബീച്ചിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ തകർത്ത് മോഷണം നടത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി അടുത്ത ദിവസമാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇയാൾ സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതിയായതിനാലാണ് ഇയാളെ നാടുകടത്താൻ പോലീസ് തീരുമാനിച്ചത്. ലഹരി മാഫിയയ്ക്ക് ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഈ പണിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കൈകളിൽ വിലങ്ങു വീഴുമെന്നുറപ്പെന്ന രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാനായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതോടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി നിശബ്ദമായി. ഈ മാസം 10-ന് എല്ലാ DGPമാരുടെയും യോഗം വിളിച്ച ശേഷം എല്ലാ കേരളത്തിന്റെ അതിർത്തികളിലും ലഹരിവേട്ട ശക്തമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി. പെരുമ്പാവൂരിന് ലഹരി ക്യാപിറ്റൽ എന്ന ദുഷ്പേര് മാറണമെന്നും ആഭ്യന്തരമന്ത്രി. കോറോ ഹിൽസ് സ്ഥാപനത്തിൽ കൂട്ടപ്പിരിച്ചുകൾ മരവിപ്പിച്ചു. 900 പേരാണ് പിരിച്ചുവിടാൻ കമ്പനി തീരുമാനിച്ചത്. ഈ മാസം 6-ാം തീയതി നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടി. ഇതാദ്യമായല്ല കമ്പനിയിൽ ഇങ്ങനൊരു പിരിച്ചുവിടൽ. കൊച്ചി, കോഴിക്കോട് സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അലമാരയിൽ വെക്കാനുള്ളതല്ല എന്ന് മന്ത്രി സണ്ണി ജോസഫ്. റിപ്പോർട്ട് നടപ്പിലാക്കാൻ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. FCRA ചില സമൂഹങ്ങളെയും സമുദായങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
സീറോ മലബാർ സഭ ആസ്ഥാനത്ത് സെന്റ് തോമസ് ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം കൊട്ടാരക്കരയിൽ ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം കൈമാറി. ജില്ലാ കളക്ടർ നേരിട്ട് വീടുകളിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതമാണ് സർക്കാർ ധനസഹായമായി പ്രഖ്യാപിച്ചത്. മരിച്ച അജയ്കുമാർ, പാർത്ഥിപൻ, ഹരിലാൽ എന്നിവരുടെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട ശേഷമായിരുന്നു കളക്ടർ പണം കൈമാറിയത്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗ തീരുമാനമനുസരിച്ചാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പ് ഉത്തരവിറക്കിയത്. ഒഴിവുകൾ സംബന്ധിച്ച് വകുപ്പ് മേധാവികൾ 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് സർക്കാർ ഉത്തരവിറക്കിയത്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോയ്ക്കുള്ള ആദ്യ ചുവടുവയ്പുമായി തിരുവനന്തപുരം. DMRC തയ്യാറാക്കി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് സമർപ്പിച്ച DPR അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നാണ് സൂചന. മന്ത്രിസഭ അംഗീകരിച്ച് കേന്ദ്രാനുമതി കൂടി കിട്ടിയാൽ ഉടൻ നിർമ്മാണം തുടങ്ങാനാണ് പദ്ധതി. 3 വർഷത്തിനുള്ളിൽ ആദ്യഘട്ട പണി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ആലോചനയും. N. ശേഷാദ്രിനാഥന്റെ നിയമനത്തിനെതിരെ പരാതി ഉന്നയിച്ചതിൽ നേരിടുന്ന സൈബർ ആക്രമണം നേരത്തെ മുഖ്യമന്ത്രിക്കായി മുറവിളി കൂട്ടിയവരുടേതാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. അത്തരക്കാരെ തീറ്റിപ്പോറ്റുന്നവർ അത് ചിന്തിക്കട്ടെ എന്നും VD സതീശനെ പരോക്ഷമായി ലക്ഷ്യമിട്ട് PM നിയാസ് പറഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടമല്ല. ശേഷാദ്രിനാഥന്റെ നിയമനത്തിൽ തന്റെ പരാതി പാർട്ടി പരിഗണിക്കണം. പരാതിയിൽ പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചുവെന്നറിയില്ലെന്നും PM നിയാസ് വിശദീകരിച്ചു. പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കൊല്ലത്തേക്ക് പോയ KSRTC ബസ് നിയന്ത്രണം തെറ്റി ഓട്ടോയിൽ ഇടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർക്കും കടയിൽ സാധനം വാങ്ങാനെത്തിയ ആൾക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ അറസ്റ്റിൽ. മലപ്പുറം പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിലായത് ഒതായി പെരുകമണ്ണ സ്വദേശി അബ്ദുൾ റഷീദ്. പന്തല്ലൂരിലെ ഒരു വീട്ടിൽ നിന്ന് 21 പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിലാണ് പോലീസ് നടപടി. പകൽ സമയത്ത് ആളൊഴിഞ്ഞ വീടുകൾ കണ്ടെത്തി രാത്രി കവർച്ച നടത്തുന്നതാണ് പ്രതിയുടെ രീതി. മോഷണത്തിന് ഉപയോഗിച്ച ബൈക്കുകളും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. അബ്ദുൾ റഷീദിനെതിരെ മോഷണ കേസ് ഉൾപ്പെടെ 42ലധികം കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളം ജില്ലയിലെ ജലസേചന പദ്ധതികളുടെ പമ്പ് ഹൗസുകൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകം. പെരുമ്പാവൂരും കോലഞ്ചേരിയിലുമായി ഒരാഴ്ചക്കിടെ 2 പമ്പ് ഹൗസുകളിൽ മോഷണം നടന്നു. 3/4 ലക്ഷത്തിലേറെ വില വരുന്ന കേബിളുകളാണ് മോഷ്ടിച്ചത്. മോഷണത്തെ തുടർന്ന് പ്രദേശത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങി. വല്ലം ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിൽ തിങ്കളാഴ്ചയായിരുന്നു മോഷണം. ഇന്നലെ കോലഞ്ചേരി കറുകപ്പള്ളി ഇറിഗേഷൻ പമ്പ് ഹൗസിലും കള്ളൻ കയറി. മോഷണത്തിന് പിന്നിൽ പ്രദേശത്തെ കൃത്യമായി അറിയുന്നവരെന്ന നിഗമനം. പോലീസ് വിഷയം ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും പരാതി. സുൽത്താൻ ബത്തേരിയിൽ വൻ ലഹരി വേട്ട. വീട്ടിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 6400ഓളം പാക്കറ്റ് നിരോധിത പാൻ മസാലകളുമായി ഒരാൾ പോലീസ് പിടിയിൽ. ബിനാച്ചി മുത്തങ്ങ വീട്ടിൽ ഹാരിസാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയത്. വീട്ടിനുള്ളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലാണ് നിരോധിത പാൻ മസാല കണ്ടെടുത്തത്. ഹാൻസ്, കൂൾ ലിപ്, വിമൽ തുടങ്ങിയ നിരോധിത പാൻ മസാലകളാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാനിടെ പോലീസ് സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഖ്യപ്രതി ലീവിന് നാട്ടിലെത്തിയ സൈനികൻ. മണ്ണാർക്കാട് സ്വദേശി ജിനേഷാണ് വനിതാ SIയെ ഉൾപ്പെടെ ആക്രമിച്ചത്. കേസിൽ 4 പേർ അറസ്റ്റിൽ. ഇന്നലെ രാത്രിയാണ് തൂഫാന്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയ്ക്കിടെ സംഘം പോലീസുകാരെ ആക്രമിച്ചത്. സംഘം മദ്യപിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു. വനിതാ SI ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നിയമനത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട H. സലാം. മെഡിക്കൽ കോളേജിൽ 2 ലക്ഷം രൂപ വീതം 100 പേരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി G. സുധാകരന്റെ ആരോപണത്തിലാണ് വിജിലൻസ് അന്വേഷണ ആവശ്യം. G. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തണമെന്നും H. സലാം. നിലവിലെ MLA സത്യം തുറന്നു പറയണമെന്നും H. സലാമിന്റെ ആവശ്യം. അറ്റകുറ്റപ്പണിക്കായി ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ കരാർ ജീവനക്കാരൻ തലകറക്കം മൂലം പോസ്റ്റിൽ കുടുങ്ങി. തൃശൂർ ഫയർഫോഴ്സ് എത്തി ജീവനക്കാരനെ സുരക്ഷിതമായി താഴെ ഇറക്കി. KSEB കരാർ ജീവനക്കാരനായ അരുണാണ് തലകറങ്ങി പോസ്റ്റിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തുന്നതുവരെ സഹപ്രവർത്തകൻ പോസ്റ്റിൽ കയറി അരുണെ താഴേക്ക് വീഴാതെ സുരക്ഷിതമായി പിടിച്ചിരുത്തി. തൃശൂർ പാണഞ്ചേരി മഞ്ഞക്കുന്നിലാണ് സംഭവം. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വർണം കാണാതായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിനൊരുങ്ങിയ ആഭ്യന്തര വകുപ്പ്.
മലപ്പുറം ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല. ഡിവൈഎസ്പി സുഭാഷ് ബാബുവാണ് കേസ് അന്വേഷിക്കുക. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണാതായത് 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ. കളഞ്ഞുകിട്ടി നാട്ടുകാർ സ്റ്റേഷനിൽ ഏൽപ്പിച്ച സ്വർണ്ണമാണ് പോലീസ് തന്നെ അടിച്ചു മാറ്റിയത്. സംഭവത്തിൽ മുൻ കരിപ്പൂർ CI ആയിരുന്ന M അബ്ബാസ് അലി പ്രതിക്കൂട്ടിൽ. അബ്ബാസ് അലിയെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടോട്ടി ASPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൺ പരിപാടിക്ക് വൻ ജനസ്വീകാര്യത. പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് പരിപാടിയിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തും റാലി നയിച്ചും ആഭ്യന്തരമന്ത്രി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലെത്തിയവരെ ബോധവൽക്കരിച്ചും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ മലേറിയ ബാധിതരുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ മാസം 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 2 പേർ അതിഥി തൊഴിലാളികളാണ്. ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ വിശദ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നിടത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥാപനങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവിടങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും മതിയായ പുരോഗതി ഉണ്ടെന്നും സർക്കാർ വാദിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഹർജിയിൽ ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. DFI ജില്ലാ ഭാരവാഹികളെ സംബന്ധിച്ച തർക്കം. സമ്മേളന പ്രതിനിധികൾ RSPയിൽ ചേർന്നു. DYFI കൊല്ലം ഏരിയ ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ളവരാണ് RSPയിൽ ചേർന്നത്. DYFIയിൽ നടക്കുന്നത് ഏകാധിപത്യമെന്ന സംഘടന വിട്ടവർ. പാർട്ടി ഭാരവാഹിത്വം സംബന്ധിച്ച തർക്കം CPMനുള്ളിലേക്കും കടന്നു. Big TV, without fear or favor.